എല്ലാ സഹോദരിമാർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ബജി ഉണ്ടാക്കിയാലോ? ഇത് എൻ്റെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ ബജിമുളകാണ് കേട്ടോ. ഇതിൻ്റെ വിത്തൊക്കെ ഞാനെടുത്ത് മാറ്റിയതാണ്. ഇതിനകത്ത് വിത്തൊന്നുമില്ല, വിത്തൊക്കെ എടുത്ത് മാറ്റിയതാണ് എല്ലാത്തിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ബജിമുളക്, പിന്നെ ഇത് കടലമാവും കോൺഫ്ലോറും കായപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ അയവിൽ കുഴച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇഡ്ഡലി മാവിൻ്റെ അയവിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ ഇതേൽ പിടിച്ചിരിക്കില്ല. കോൺഫ്ലോർ എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെജിമുളക് അവരവൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കീടനാശിനിയൊക്കെ അടിച്ചതായിരിക്കാം, അതിനൊരു ഇത്രയും രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഞാൻ 2 മുളക് മതി നമ്മുടെ വീട്ടിൽ. 2 മുളകുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബജി ഉണ്ടാക്കാനുള്ള മുളക് കിട്ടും. ഏതായാലും എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. മുളക് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ വീട്ടിലുണ്ടാക്കണ സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും ഞാൻ വില്ലേജ് അഗ്രോ എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതിൻ്റെ തൈകൾ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് വിത്തെടുത്ത് പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ അവനവൻ്റെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ഉണ്ടാക്കുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇത് മാവിൽ മുക്കി എണ്ണയിലിട്ടിട്ട് ചൂടായ എണ്ണയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് മറിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഇത് കോരാറായിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് കോരാം, എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാം. നല്ല രുചികരമായ വെജിമുളക് റെഡിയായിട്ടുണ്ട്. കുറച്ചുകൂടെ ആവാനുണ്ട്, ഒന്നാതെ മറിച്ചിടാം. അടുത്തത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ ബജി തയ്യാർ. കണ്ടോ, നമ്മൾ സ്വന്തമായി നമ്മുടെ തോട്ടത്തിലുണ്ടാക്കിയ ബജിമുളകിൽ കൊണ്ട് നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ആഹാരം കഴിക്കാൻ ശ്രമിക്കുക, വിഷമില്ലാത്ത ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.